ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഇവിടെ ഒരു കടലക്കറി തയ്യാറാക്കാം. നമ്മൾ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. 6 മണിക്കൂറോളം നമ്മൾ കൂത്തെടുത്ത കടലയും ഒരു സവാളയും ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ചെറുതായി കട്ട് ചെയ്ത സവാളയും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. കുറച്ച് തേങ്ങ വറുത്ത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കണം. തണുക്കുമ്പോൾ തേങ്ങ അധികം മൂത്ത് പോകണ്ട. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുളക് മല്ലിപ്പൊടി ചേർത്താൽ മതിയാവും. നമുക്കൊരു പാനിൽ കടുക് താളിച്ച് കുറച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയത് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കുക്ക് ചെയ്തിരിക്കുന്ന വെന്ത കടല ചേർക്കാം. ഇതിനകത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. നമുക്ക് ആദ്യം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കാതെയാണ് നമ്മൾ കടല വേവിച്ചിരിക്കുന്നത്. ഇത് വെള്ളക്കടലയാണ്ട് ഇത് കുട്ടികൾക്ക് നല്ലതാണ്. ഇതിൻ്റെ തൊലിയൊന്നും അധികം കട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇതായിരിക്കും കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലത്. ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരപ്പും ചേർക്കാം. തേങ്ങ വറുത്തരച്ചതും ഉള്ള അരപ്പ് നമുക്കിതിനകത്തോട്ട് ചേർക്കാം. നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കി കുറച്ച് ഒന്ന് തിളച്ച് വറ്റിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഉപ്പൊക്കെ നോക്കി നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. കടലക്കറി നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ കടുക് താളിച്ചതിൻ്റെ കൂടെ സവാള വഴറ്റി വെച്ച് അത് ഒരുമിച്ച് ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ചാൽ മതിയാവും. അവസാനം ചേർക്കുമ്പോഴാണ് ഈ സവാള നല്ല മണം, സവാള മൂത്ത മണവും കടുക് വറുത്തതിൻ്റെയൊക്കെ നല്ല മണം നിൽക്കും. കുട്ടികൾക്ക് ഈ കടല കൊടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റേ കടലയ്ക്ക് തൊലിക്ക് കട്ടിയുണ്ട്, ദഹിക്കാൻ പാടാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. കടലക്കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് നമുക്ക് അധികം വരുവാണെങ്കിലും ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുത്താൽ ഒരു നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു കടല റോസ്റ്റാവും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.